ഹലോ ഹായ് ആൻഡ് വെൽക്കം ടു ധന്യാസ് ക്ലാസ്സസ്. അപ്പോൾ നമ്മളിന്ന് ലാസ്റ്റ് ക്ലാസ്സിൽ എന്താ പഠിച്ചത്? രണ്ട് ജനറൽ റൂളുകൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. രണ്ട് ട്രയാങ്കിൾസിൻ്റെ സൈഡുകൾ ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആംഗിൾസ് ഈക്വൽ ആവുമെന്ന് നമ്മൾ പഠിച്ചു. അതേപോലെ തന്നെ രണ്ട് ട്രയാങ്കിൾസിൻ്റെ സൈഡ്സ് ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏതൊക്കെ ആംഗിൾസ് ആണ് ഈക്വൽ ആവുക എന്നുള്ളതാണ് പിന്നത്തെ റൂള് പഠിച്ചത്. അതായത് ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ്, ഈക്വൽ സൈഡിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിളുകളാണ് ഈക്വൽ ആവുക എന്നുള്ളതാണ് സെക്കൻഡായിട്ട് ജനറൽ റൂളായിട്ട് നമ്മൾ പഠിച്ചത്. ഓക്കെ, ഇനി നമ്മൾ തേർഡ് ജനറൽ റൂള്, ഈ ട്രയാങ്കിൾസിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള തേർഡ് റൂൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇഫ് ടു സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ, അതായത് ഒരു ട്രയാങ്കിള്, രണ്ട് ട്രയാങ്കിൾ ആദ്യം തന്നെ നമുക്കൊന്ന് വരയ്ക്കാം. ഓക്കെ, എ ബി സി സാധാരണ പറയുന്ന പോലെ തന്നെ പി ക്യു ആർ. ഓക്കെ, രണ്ട് ട്രയാങ്കിൾ നമ്മൾ വരച്ചു. ഓക്കെ, ഇഫ് ടു സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ, അതായത് എ ബി 4 സെൻറ്റിമീറ്റർ, ബി സി 3 സെൻറ്റിമീറ്റർ. ഓക്കെ, ഇഫ് ടു സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ ആൻഡ് ദി ആംഗിൾസ് മെയ്ഡ് ബൈ ദം, ആംഗിൾ മെയ്ഡ് ബൈ ദം എന്ന് പറയുന്നത് ഈ രണ്ട് സൈഡുകളും തമ്മിൽ മെയ്ഡ് ചെയ്യുന്ന ആംഗിള്, ഈ രണ്ട് സൈഡുകളുടെയും കൂടി വരുന്ന ആംഗിള് ആർ ഈക്വൽ ടു അതർ സൈഡ്സ് ഓഫ് ദി അനദർ ട്രയാങ്കിൾ. അപ്പോൾ അതായത് ഇപ്പോൾ പി ക്യു എന്ന് പറയുന്നത് 4 സെൻറ്റിമീറ്റർ ഞാൻ ഡ്രോ ചെയ്തു, ഇവിടെ 3 സെൻറ്റിമീറ്റർ ഡ്രോ ചെയ്തു എന്ന് വിചാരിക്കും. അപ്പോൾ തേർഡ് റൂള് പറഞ്ഞത് എന്ന് വെച്ചാൽ, ഇഫ് ടു സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ ആൻഡ് ദി ആംഗിൾ മെയ്ഡ് ബൈ ദം ആർ ഈക്വൽ ടു other two sides of another triangle and the angle made by them, then the third side and the two other angles are also equal. ഓക്കെ, അങ്ങനെ പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? രണ്ട് സൈഡുകളും അതിൻ്റെ ഉള്ളിൽ വരുന്ന ആംഗിളുകളുള്ള ഒരു ട്രയാങ്കിളും അതേപോലെ തന്നെ സെയിം സൈഡ്സും അതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ആംഗിളും ഈക്വൽ ആണെങ്കിൽ ഈ തേർഡ് സൈഡും അതുപോലെ തന്നെ മറ്റേ രണ്ട് ആംഗിളുകളും ഈക്വൽ ആയിരിക്കും. ഓക്കെ, മനസ്സിലായല്ലോ? ഞാൻ ഒന്നുകൂടി പറയാം. ഇങ്ങനെ ഒരു ട്രയാങ്കിൾ വരച്ചു, അതിൽ ഈ ഇപ്പം ഇവിടെ 2 സെൻറ്റിമീറ്റർ, ഇവിടെ 3 സെൻറ്റിമീറ്റർ. അപ്പം ഈ രണ്ട് സെൻറ്റിമീറ്റേഴ്സും തമ്മിൽ വരുന്ന ആംഗിളുകൾ. അതേപോലെ തന്നെ വേറൊരു ട്രയാങ്കിൾ, ഇവിടെ 2 സെൻറ്റിമീറ്റർ, ഇവിടെ 3 സെൻറ്റിമീറ്റർ ആണെന്ന് വിചാരിക്കും. അപ്പോൾ ഈ രണ്ട് സൈഡുകൾ ഈക്വലായി. ഇനി ഇതിൽ വരുന്ന ആംഗിൾ, അത് ആ രണ്ടുപേരും കൂടിയിട്ട് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ആംഗിളുകളും ഈക്വൽ ആണെങ്കിൽ, ഓക്കെ, അപ്പോൾ ഈ തേർഡ് സൈഡുകൾ ഈക്വൽ ആയിരിക്കും. അതുപോലെ തന്നെ ബാലൻസ് ഉള്ള രണ്ട് ആംഗിളുകൾ ഉണ്ടല്ലോ, ആ രണ്ട് ആംഗിളുകളും ഈക്വൽ ആയിരിക്കും. അതാണ് നമ്മുടെ തേർഡ് ജനറൽ റൂൾ. ഓക്കെ, അപ്പോൾ ഞാൻ ഒന്നുകൂടിയും പറയാം. ജനറൽ റൂൾ എന്താണെന്ന് വെച്ചാൽ, ഇഫ് ടു സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ ആൻഡ് ദി ആംഗിൾ മെയ്ഡ് ബൈ ദം ആർ ഈക്വൽ ടു ദി അതർ ടു സൈഡ്സ് ആൻഡ് ദി ആംഗിൾ മെയ്ഡ് ബൈ ദം ഓഫ് ദി അനദർ ട്രയാങ്കിൾ, then the third side and the other two angles are also equal. അതാണ് നമ്മുടെ ജനറൽ റൂൾ. അപ്പോൾ നമുക്ക് ഇനി ഇതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലം ചെയ്യാം. ഓക്കെ, അപ്പോൾ സെക്കൻഡ് എക്സസൈസ് വരുന്നത് ഇതിനായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലമാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? അപ്പോൾ നമുക്ക് ഇനി പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യാം. ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലത്തെ പേജ് നമ്പർ 15ത്തെ പ്രോബ്ലം ആണ് കേട്ടോ. പേജ് നമ്പർ 15ത്തെ പ്രോബ്ലം ആണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സമയം കളയാണ്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ നേരത്തെ പറഞ്ഞ അതേ റൂൾ ഒന്നുകൂടി പറയാണ്. രണ്ട് സൈഡ്സ് അതിൻ്റെ ഉള്ളിൽ വരുന്ന ആംഗിൾ, അതേപോലെ തന്നെ വേറൊരു ട്രയാങ്കിളും അത് രണ്ട് സൈഡ്സും അതിൻ്റെ ഉള്ളിൽ വരുന്ന ആംഗിളും ഈക്വൽ ആണെങ്കിൽ നമ്മുടെ ട്രയാങ്കിൾസിൻ്റെ തേർഡ് സൈഡ്സും ഈക്വൽ ആയിരിക്കും. അതുകൂടാതെ മറ്റ് രണ്ട് ആംഗിൾസും ഈക്വൽ ആയിരിക്കും. അതാണ് നമ്മുടെ തേർഡ് ജനറൽ റൂളായിട്ട് ഉള്ളത്. ഈക്വൽ ട്രയാങ്കിൾസിൻ്റെ തേർഡ് ജനറൽ റൂൾ എന്ന് പറയുന്നത് അതാണ്. ഓക്കെ, അപ്പം നമുക്ക് അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള രണ്ട് പ്രോബ്ലം ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും അതെന്താണെന്നുള്ളത്. അപ്പോൾ പേജ് നമ്പർ 15ത്തെ ഫസ്റ്റിലെ ക്വസ്റ്റ്യനാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് നോക്കാം. ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്? ട്രയാങ്കിൾ എ ബി സി തന്നിട്ടുണ്ട്, ട്രയാങ്കിൾ പി ക്യു ആറും തന്നിട്ടുണ്ട്. ഇനി ഇവിടെ മറ്റ് ഇൻഫോർമേഷൻസ് എന്തൊക്കെയാണ്? എ ബി എന്ന് പറയുന്നത് 4 സെൻറ്റിമീറ്ററും എ സി എന്ന് പറയുന്നത് 7 സെൻറ്റിമീറ്ററുമാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ 3 ഞാൻ തെറ്റി എഴുതി. ഓക്കെ, ഇനി അതേപോലെ തന്നെ പി ക്യു എന്ന് പറയുന്നത് 7 സെൻറ്റിമീറ്റർ ആണ്, ക്യു ആർ എന്ന് പറയുന്നത് 4 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം, രണ്ട് സൈഡ്സും അതിൻ്റെ ഉള്ളിൽ ഒരു ആംഗിളും 40 ഡിഗ്രി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇവിടെ 7ഉം 4 ആണെങ്കിൽ ഇവിടെയും 7ഉം 4 ആണ്. അതിൻ്റെ ഉള്ളിൽ വരുന്ന ആംഗിൾ എന്ന് പറയുന്നത് ആംഗിൾസ് മെയ്ഡ് ബൈ ദം, അവർ രണ്ടുപേരും കൂടി മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് 40 ഡിഗ്രിയാണ്. അപ്പോൾ ഇത് രണ്ടും ഈ സെയിം ആണ് അല്ലേ? രണ്ട് സൈഡ്സും അതിൻ്റെ ഉള്ളിലുള്ള ആംഗിൾസും
രണ്ട് സൈഡ്സിൻ്റെ ലെങ്ത്തും അതിനുള്ളിലുള്ള ആംഗിളും ഇവിടെയും അതുപോലെ രണ്ട് സൈഡിലുള്ള ലെങ്ത്തും അതിൻ്റെ ഉള്ളിലുള്ള ആംഗിളും ഈക്വൽ ആണ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ റൂൾ പ്രകാരം എന്താണ്, തേർഡ് സൈഡ്സും ഈക്വൽ ആയിരിക്കും, അതുപോലെ മറ്റ് രണ്ട് ആംഗിൾസും ഈക്വൽ ആയിരിക്കും. അതാണ് നമ്മുടെ റൂള്. ഓക്കെ, ഇവിടെ എന്താണ് ഇനി കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്? ഫൈൻഡ് പെയർ ഓഫ് മാച്ചിങ് ആംഗിൾസ്. ഏതൊക്കെ ആംഗിളുകളാണ് മാച്ചിങ് ഈക്വൽ എന്നുള്ളതാണ് നമ്മുടെ അടുത്ത് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് എന്ത് പറയാൻ പറ്റും? അപ്പം ഇങ്ങനെ ഈ രണ്ട് സൈഡും അതിനുള്ളിലുള്ള ആംഗിളും ഈക്വൽ ആണെന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇത് ഈക്വൽ ട്രയാങ്കിൾസ് ആണെന്നുള്ളത് നമുക്ക് മനസ്സിലായി കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമുക്ക് എന്ത് എഴുതാം? സൈഡുകൾ ഏതൊക്കെയാണ് ഈക്വൽ എന്ന് എഴുതാം. അപ്പോൾ അതിൽ നിന്ന് ആംഗിളുകൾ ഏതാ ഈക്വൽ എന്ന് എഴുതാൻ വളരെ എളുപ്പമല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെ സൈഡാണ് ഈക്വൽ എന്ന് പറയുന്നത്. ഇവിടുത്തെ ഏത് സൈഡാണ് ഈക്വൽ എന്ന് പറയുന്നത്? എ ബി ഈക്വൽ ടു ഏതാണ് ഇവിടുത്തെ സൈഡ്? 4 സെന്റിമീറ്റർ എന്ന് പറയുന്നത് ആർ ക്യൂ. ഓക്കെ, ഇനി അതേപോലെ തന്നെ എ സി എന്ന് പറയുന്നത് 7 സെന്റിമീറ്റർ ആണ്, പി ക്യു എന്ന് പറയുന്നതും 7 സെന്റിമീറ്റർ ആണ്. അപ്പൊ എ സി ഈക്വൽ ടു പി ക്യു. ഇനി അപ്പൊ അടുത്ത സൈഡ് ഏതാണ്? ബി സി ഈക്വൽ ടു പി ആർ. ബി സി ഈക്വൽ ടു പി ആർ. എന്തുകൊണ്ടാണ് ബി സി ഈക്വൽ ടു പി ആർ എന്ന് പറയുന്നത്? ആ റൂള് നമ്മൾ എഴുതണം. ഏത് റൂളാന്നുള്ളത് എഴുതണം കേട്ടോ. അതായത് if two sides of a triangle and the angles made by them are equal to the other two sides and the angles made them of another triangle, then the third side and the other two angles are also equal എന്ന് പറഞ്ഞിട്ട് ഇവിടെ റൂള് അത് എഴുതണം. ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലായി 3 സൈഡുകളും ഈക്വൽ ആണെന്ന് മനസ്സിലായി. ഇവിടെ പറഞ്ഞിരിക്കുന്നത് മാച്ചിങ് ആംഗിൾസ് ഏതാണ് ഈക്വൽ എന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ആംഗിൾസ് ഈക്വൽ ഏതാണെന്ന് എങ്ങനെ കണ്ടുപിടിക്കുക? സെയിം സൈഡ്സിൻ്റെ ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾസ് ആണ് ഈക്വൽ എന്നാണ് നമ്മുടെ സെക്കൻഡ് റൂൾ പ്രകാരം ഉള്ളത്. അപ്പോൾ ഇവിടെ ഫോർ എ ബിയുടെ ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ എന്ന് പറയുന്നത് ഏതാണ്? ആംഗിൾ സി. ആംഗിൾ സി ഈക്വൽ ടു ആർ ക്യൂവിൻ്റെ ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ എന്ന് പറയുന്നത് ഏതാണ്? ആംഗിൾ പി. ഓക്കെ, അതേപോലെ എ സിയുടെ ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ എന്ന് പറയുന്നത് ആംഗിൾ ബി. അതുപോലെ തന്നെ പി ക്യൂവിൻ്റെ ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ എന്ന് പറയുന്നത് ഏതാണ്? ആംഗിൾ ആർ. ഇനിയിപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നോക്കിയില്ലെങ്കിലും നമുക്ക് പറയാൻ പറ്റും ബി സിയുടെ ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ എന്ന് പറയുന്നത് ബിയും സിയും അല്ലാത്ത അടുത്ത ആംഗിൾ എ ഈക്വൽ ടു പി ആറിൻ്റെ ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ എന്ന് പറയുന്നത് പിയും ആറും അല്ലാത്ത അടുത്ത ആംഗിൾ ഈക്വൽ ടു ആംഗിൾ ക്യൂ. ആണ്, ഇത്രയേ ഉള്ളൂ നമുക്ക് എഴുതാനായിട്ട്. ആദ്യം തന്നെ സൈഡുകൾ നമ്മൾ എഴുതി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വളരെ എളുപ്പമായിട്ട് നമുക്ക് ആംഗിളുകൾ എഴുതാനായിട്ട് സാധിക്കും. ഇനി അടുത്ത ക്വസ്റ്റ്യനിൽ നമുക്ക് നോക്കാം. ഇതേ ടൈപ്പ് തന്നെയാണ്, നമുക്കിതൊരു പ്രാക്ടീസിന് വേണ്ടിയിട്ട് മാത്രം അവർ തരുന്നല്ലോ. ഇത് എന്താണ് പറഞ്ഞിരിക്കുന്നത്? ട്രയാങ്കിൾ എൽ എം എന്നും എക്സ് വൈ സൈഡും രണ്ട് ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. അതിൽ ലെങ്ത് സൈഡ്സ് എത്രയാണ്? 4 സെന്റിമീറ്ററും 6 സെന്റിമീറ്ററും. ഇവിടെയും 4 സെന്റിമീറ്ററും 6 സെന്റിമീറ്ററും. ഇനി ഈ രണ്ട് സൈഡ്സിന്റെ ഇടയിൽ വരുന്ന ആംഗിള് ഇവിടെ 50 ഡിഗ്രി, ഇവിടെയും 50 ഡിഗ്രി. അപ്പം നമുക്ക് മനസ്സിലാക്കാം ഇവരുടെ തേർഡ് സൈഡും ഈക്വൽ ആയിരിക്കും, അതുപോലെ തന്നെ മറ്റ് രണ്ട് ആംഗിളുകളും ഈക്വൽ ആയിരിക്കും. അതാണ് നമ്മുടെ റൂള് അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമുക്ക് ഏത് സൈഡ്സാണ് ഈക്വൽ എന്നുള്ളത് ആദ്യം തന്നെ എഴുതാം. അത് കഴിഞ്ഞാൽ പിന്നെ ആംഗിൾ കണ്ടുപിടിക്കാൻ വളരെ സുഖമായിരിക്കും. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് മാച്ചിങ് ആംഗിൾസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ സൈഡുകൾ എഴുതാം, അതിൽ നിന്ന് നമുക്ക് ആംഗിളുകൾ എടുക്കാം. അപ്പോൾ ഇവിടെ സൈഡുകൾ എന്ന് പറയുന്നത് എല്ലാം ഈക്വൽ ടു എല്ലാം 6 സെന്റിമീറ്റർ ആണ്. അപ്പോൾ ഈക്വൽ ടു എന്താ പറയുക ZY. ഇനി 4 സെന്റിമീറ്റർ LN ഈക്വൽ ടു XZ. അടുത്തത് MN ഈക്വൽ ടു XY. ഇതിൻ്റെ റീസൺ നമ്മൾ എഴുതണം, നേരത്തെ പറഞ്ഞ ജനറൽ റൂൾ ഇവിടെ എഴുതണം കേട്ടോ. ഇനി ഇതിൻ്റെ മാച്ചിങ് ആംഗിൾസ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ് ഇനി മാച്ചിങ് ആംഗിൾസ്? LMൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾ ആയിരിക്കും ഈക്വൽ. ആംഗിൾ N ഈക്വൽ ടു ZYയുടെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾ. ZYയുടെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾ എന്ന് പറയുന്നത് ആംഗിൾ X. ഇനി അടുത്തത് LNൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ എന്ന് പറയുന്നത് ആംഗിൾ M ഈക്വൽ ടു XZൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ എന്ന് പറയുന്നത് ആംഗിൾ Y. അടുത്തത് നമുക്ക് ഇത് നോക്കാണ്ട് കണ്ടുപിടിക്കാം. MNൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് ഇനി ഇതിൽ ആകെ കൂടിയുള്ളത് ആംഗിൾ L മാത്രമുള്ളൂ. XYയുടെ ഓപ്പോസിറ്റ് Xും Y അല്ലാതെ ആംഗിൾ Z. ഇതാണ് അതിൻ്റെ മാച്ചിങ് ആംഗിൾസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെക്കൻഡ് ക്വസ്റ്റ്യൻ ചെയ്യാം. ഓക്കെ,